അവഗണനയുടെയും പരിഹാസത്തിന്റെയും വേദന എന്തെന്നറിഞ്ഞവൻ ആ വേദനയെ ഊർജമാക്കി മാറ്റി തന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് ജന്മനാടിന് പ്രിയങ്കരനായി മാറിയവൻ സഞ്ജു സാംസൺ. അതെ, സഞ്ജു സാംസൺ ഇന്ന് ഇന്ത്യ ഒട്ടാകെ ഉറ്റുനോക്കുന്ന കരുത്തുറ്റ പോരാളി, അതിലുപരി നമ്മുടെയൊക്കെ അഭിമാനമായി മാറിയ ഒരു മലയാളി. സഞ്ജുവിൻ്റേത് വെറും ഒരു ജീവിത കഥയല്ല, ഒരു പോരാട്ടത്തിന്റെ കഥയായിരുന്നു. ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പല പ്രതിസന്ധികളെയും മൗനമായി നേരിട്ട് ആത്മവിശ്വാസം കൈവിടാതെ അയാൾ ആർജിച്ചെടുത്ത ഒരു ഊർജ്ജമുണ്ട്. അതിൽ നിന്നുണ്ടായ മനക്കരുത്ത് സഞ്ജുവിന് പകർന്നു നൽകിയ ആത്മധൈര്യം വളരെ വലുതാണ്. അത് നമുക്ക് സമ്മാനിച്ചതാവട്ടെ എക്കാലത്തും അഭിമാനിക്കാവുന്ന T20 ലോകകപ്പിന്റെ ചാമ്പ്യൻസ് എന്ന പദവിയും. കാരണം ഇന്ത്യക്ക് വിജയക്കുറി അണിയുവാൻ വഴിയൊരുക്കിയത് നമ്മുടെ സഞ്ജുവിന്റെ മികച്ച പ്രകടനമായിരുന്നു. പല ഘട്ടങ്ങളിലും ടീമിൽ വേണോ വേണ്ടയോ എന്ന തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട സഞ്ജുവിലെ ബാറ്റ്സ്മാനെ തിരിച്ചറിയാതെ പോയെങ്കിലും അർഹിക്കപ്പെട്ട അംഗീകാരം അയാളെ തേടിയെത്തി. ഒരു സുപ്രധാന നിമിഷത്തിൽ ഒരു നിമിത്തം പോലെ വന്നു ചേർന്ന ആ അവസരത്തെ ഒരു തരി പോലും പാഴാക്കാതെ തന്റെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും കൊണ്ട് വീണെടുത്തു നിന്നും ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു അയാൾ. മുറിവേറ്റ സിംഹത്തിന്റെ ഗർജനം പോലെ തന്റെ ഓരോ ബാറ്റിംഗ് മൂവ്മെന്റ്സും റൺസിന്റെ കൂമ്പാരമായി മാറുമ്പോൾ കളിയാക്കിയവരെ കൊണ്ടുപോലും കൈയടിപ്പിച്ച് മൗനമായി മധുര പ്രതികാരം ചെയ്യുകയായിരുന്നു അയാൾ. കൊൽക്കത്ത ഏദൻ ഗാർഡൻസിൽ നടന്ന T20 ക്വാർട്ടർ ഫൈനൽസിൽ ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് നേടിയത് 196 റൺസായിരുന്നു. പിന്നീട് 197 എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയെ എത്തിക്കുവാൻ അഭിഷേക് ശർമ്മയോടൊപ്പം സഞ്ജുവിന്റെ ഓപ്പണിംഗ് ബാറ്റിംഗിൽ തുടങ്ങിയ കളിയിൽ ഓരോരുത്തരായി പുറത്തായപ്പോഴും സഞ്ജു വീഴാതെ പിടിച്ചു നിന്നു. 10ാമത്തെ ഓവറിൽ 26 ബോളിൽ അർദ്ധ സെഞ്ചുറി പിന്നിട്ട സഞ്ജു തന്നെയാണ് ഒരു സിക്സോടുകൂടി വിജയ റണ്ണിലേക്ക് ഇന്ത്യയെ നയിച്ചത്. ഇന്ത്യൻ ടീം സെമിയിലേക്ക് എത്തുമ്പോൾ വെസ്റ്റ് ഇൻഡീസിനെ വീഴ്ത്തിയ 199 റൺസിൽ 97 റൺസും സഞ്ജു ഒറ്റയ്ക്ക് നേടിയതായിരുന്നു. സഞ്ജുവിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ സങ്കല്പിക്കുവാൻ പോലുമാകാത്ത വിധം ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് നെഞ്ചിലേറ്റുവാൻ ഈ ഒരൊറ്റ പ്രകടനം മാത്രം മതിയായിരുന്നു. തന്റെ കരിയറിന്റെ ഉയർച്ച താഴ്ചകളിൽ നിന്നും സ്വായത്തമാക്കിയ അസാധ്യമായ മനക്കരുത്തോടെ ഓരോ പന്തും അടിച്ചു തെറിപ്പിക്കുമ്പോൾ അയാൾ വാരിക്കൂട്ടിയത് വെറും റൺസുകൾ മാത്രമായിരുന്നില്ല, ഇന്ത്യൻ ജനതയുടെ സ്നേഹവും കൂടിയായിരുന്നു. ആ നിർണായക ഘട്ടത്തിൽ എതിരാളികളെ വീഴ്ത്തി ഇന്ത്യ സെമിയിലേക്ക് ചുവടുവച്ചപ്പോൾ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നില്ല അയാൾ. പകരം മുട്ടുകൾ കുത്തി കൈകൾ ഉയർത്തി ദൈവത്തോട് നന്ദി പറയുകയായിരുന്നു. അന്ന് ഓരോ ക്രിക്കറ്റ് പ്രേമികൾക്കും അഭിമാനത്തിന്റെ രോമാഞ്ചമായി അവിടെയെങ്ങും മുഴങ്ങിക്കേട്ട പേരായിരുന്നു സഞ്ജു സ്പെഷ്യൽ സാംസൺ. സെമിയിലേക്കുള്ള എൻട്രിക്ക് വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിയ ഇന്ത്യക്ക് പിന്നീട് നേരിടേണ്ടി വന്നതും 2 വമ്പൻ ടീമുകളോടാണ്. സെമിയിൽ ഇംഗ്ലണ്ടിനോട് പൊരുതി ഇന്ത്യ മുന്നേറിയത് ഫൈനൽ മത്സരത്തിൽ ന്യൂസിലാൻഡിനോട് ഏറ്റുമുട്ടാനാണ്. ഒടുവിൽ ന്യൂസിലാൻഡിനെ മറികടന്ന് ഇന്ത്യ മുന്നേറുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തോടെ ആർത്തു വിളിച്ച പേരായിരുന്നു സഞ്ജു സാംസൺ. ഗാലറിയിൽ അലയടിച്ച ആഘോഷങ്ങളുടെയും ആർപ്പുവിളികളുടെയും നടുവിൽ പോലും ശാന്തനായി വിജയം ആഘോഷിക്കാൻ ഒരുപക്ഷെ സഞ്ജുവിന് മാത്രമേ കഴിയൂ. വെല്ലുവിളികളെ ഒരു പുഞ്ചിരി കൊണ്ട് നേരിട്ട സഞ്ജു പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് എന്ന അംഗീകാരം അതേ പുഞ്ചിരിയോടെ സ്വീകരിക്കുമ്പോൾ നമ്മളോട് പറയാതെ പറഞ്ഞത് ഈ വീഴ്ചകൾക്കൊന്നും തന്നെ തളർത്താനാവില്ല എന്നായിരിക്കാം. ഒരു വീഴ്ചയിലും പതറാതെ ആത്മവിശ്വാസത്തോടെ സഞ്ജുവിന്റെ ഈ വിജയയാത്ര തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. എനിക്കൊരു ഡെബ്യൂ മാത്രം നടത്തിയാൽ പോരാ, പക്ഷേ ടീമിൻ്റെ ഒരു സ്ഥിരം പ്ലെയറായി വളരണം. പിന്നെ ടീമിനെ ജയിപ്പിക്കാൻ പറ്റുന്ന ഒരു കഴിവ് എൻ്റെ അകത്തുണ്ട്, അതൊന്ന് പുറത്തെടുക്കണമെന്നാണ് എപ്പോഴും ഒരു വിശ്വാസവും ആഗ്രഹവും.